നമ്മൾ ഓരോ പ്രാവശ്യം ഹിമാലയത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ 10-25 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു കാലത്ത് സ്ഥിരം പരിപാടി ഹിമാലയം പോക്കാം. അപ്പോൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, എന്താണ് ഇയാൾക്ക് ഹിമാലയത്തിൽ പോയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള എന്താണ്? പലരും പല അത്ഭുത കഥകളൊക്കെ അല്ലേ പറയുക. അപ്പം ശരിക്കും ഞാൻ ആദ്യമായിട്ട് എന്നും എൻ്റെ ഉള്ളിലുള്ളത്, ആദ്യമായിട്ട് ഞാനും ഗായത്രിയും കൂടി ഹിമാലയത്തിൽ പോയ സമയത്ത് ഫസ്റ്റിൽ നമ്മൾ ഹരിദ്വാറിൽ പോയിട്ട് ഇറങ്ങുന്നു. യോഗിമാരെ കാണുക, ഇതൊക്കെയാണല്ലോ ഒരു സ്വപ്നം. അപ്പോൾ ഈ ഹരിദ്വാറിൻ്റെ തീരത്തൊരു 4 അടി വീതിയും 4 അടി നീളമുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞു ഹട്ട്. അതിലൊരു മനുഷ്യനിങ്ങനെ, ഞങ്ങളിങ്ങനെ ഗംഗയുടെ തീരത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ല പ്രസന്നനായൊരു മനുഷ്യൻ, നല്ല ജടയൊക്കെ ഉണ്ട്, നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരാൾ, ആളവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം കണ്ടാൽ തന്നെ നമുക്ക് ആളുടെ അടുത്ത് ചെല്ലാൻ തോന്നും. അപ്പോൾ ഉള്ളിലേക്ക് ചെന്നു. അപ്പോൾ ഗായത്രിയുടെ ബാഗിൽ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ആപ്പിൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഒരു ആപ്പിൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണ്ട. അപ്പോൾ ഗായത്രി കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ ഒരു ആപ്പിൾ എടുത്തിട്ട് ആൾക്ക് കൊടുത്തു. അപ്പോൾ ആകെ ചെറിയ ഇരിക്കാനുള്ള കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 സൈഡിലിരുന്ന്, അപ്പോൾ ആൾ ആപ്പിൾ കയ്യിലെടുത്ത് മെല്ലെ കൈ കൊണ്ടൊക്കെ അങ്ങ് തുടച്ച് ആളുടെ ബാഗിൽ നിന്ന് ഒരു കത്തി എടുത്ത്, കത്തി ഒരു ചെറിയ കവറിലിട്ട് വെച്ചിട്ട്, എന്നിട്ട് ആ കത്തിയൊക്കെ പുറത്തെടുത്ത് നന്നായിട്ട് തുടച്ച് ആൾ ആ ആപ്പിളിങ്ങനെ മെല്ലെ അതിലെ തൊലി കളയാൻ തുടങ്ങി. അത് ഇത്രയും റെസ്പെക്റ്റോടെ ഒരു ആപ്പിളിൻ്റെ തൊലി കളയണത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ. അത് കഴിഞ്ഞിട്ട് 4ആയിട്ട് മുറിച്ചിട്ട് ആ കുരുവും പിന്നെ ആ കുരുവിൻ്റെ അടുത്തൊരു കട്ടിയുള്ള സാധനമൊക്കെ ഉണ്ടാവില്ലേ, ആ പോർഷനൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് അതൊക്കെ കയ്യിൽ വെച്ച്, എല്ലാം പുറത്തേക്ക് എറിയണമെന്നില്ല, ആ പേപ്പറിൽ വെക്കുന്നു ഒക്കെ വെച്ചിട്ട് ഒരെണ്ണം ഗായത്രി കൊടുത്തു, ഒരു കഷ്ണം എനിക്ക് തന്നു, ഒരു കഷ്ണം ആളെടുത്തു. എന്നിട്ട് ആൾ പറഞ്ഞു, ഒരു സ്വാമിയും കൂടി ഉണ്ട് ഇവിടെ, അപ്പോൾ ഇത് ആൾ കുറച്ച് കഴിഞ്ഞാൽ വരും, അപ്പോൾ നമുക്ക് ആൾക്ക് കൊടുക്കാം. എന്നിട്ട് അത് ആൾക്കും കൊടുത്തിട്ട് ഞങ്ങളിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആ ഹട്ടിൽ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഓരോ സ്ഥാനത്തായിരിക്കുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഇങ്ങനെയുള്ള കുറേ മനുഷ്യരെ ഞാൻ യാത്രയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റിയലായിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയണത് കൺസേൺ ആണെന്നുള്ളത്. അതായത് റിയലായിട്ട് സ്പിരിച്വലായിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അവരെപ്പോഴും ഷെയർ ചെയ്യുന്നവരായിരിക്കും. നമ്മളൊക്കെ അറിയാം, നമ്മളൊന്നും സ്വന്തമാക്കരുത്, സ്വാർത്ഥത, അങ്ങനെ ഒരു എക്സ്ട്രീമിസം പറയുന്നവരല്ല. പക്ഷെ ആ ഷെയർ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇന്നും എനിക്ക് നമ്മളിങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തെങ്കിലും എപ്പോഴും ഉള്ളിൽ ആ മനുഷ്യൻ ഇത്രയും തൃപ്തിയോടെ സമാധാനത്തോടെ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം, അയാൾ അത്ര എയ്സ്തെറ്റിക് സെൻസോടെ ജീവിക്കുന്നുണ്ടാണ്. 1. 2, അയാളുടെ കയ്യിൽ എന്ത് കിട്ടുന്നതും അയാൾക്കത് നേരെ വാങ്ങിച്ചിട്ട് അവിടെ വെച്ചാൽ പോലെ. ഇത് നമുക്കറിയാം, ആ ആപ്പിൾ അങ്ങനെ ചെത്തി 4 ആൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ആപ്പിളിൽ മാത്രമല്ല, അത് വളരെ നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വർത്താനം പറയുന്നത് അറിയാതെ ഒരു കഷ്ണം തരുന്നു, ഒരെണ്ണാളെടുക്കുന്ന ഒരെണ്ണം വെക്കുന്നു, അത് വരാൻ പോകുന്ന ഒരാൾക്കും കൂടി കണ്ടുകൊണ്ട് ആ ആപ്പിളിനെ ചെത്തി വയ്ക്കുക എന്ന് പറയണമെന്നുണ്ടല്ലോ. വളരെ അതേപോലെയാണ് ഞങ്ങൾ തപോവനം പോയ സമയത്ത്. തപോവനത്തിലേക്ക് ഞാനും ഗായത്രി തപോവനത്തിലെത്തുമ്പോൾ ഗംഗോത്രി പോയി ഗോമുഖ് പോയിട്ടാണ് തപോവനം പോണത്. അപ്പോൾ ഈ മോളിലേക്ക് കയറിപ്പോയി ഞാൻ മുണ്ടെടുത്ത് ചെരുപ്പൊക്കെ ഇട്ടിട്ടായി പോണത്, ഒന്നുമില്ലല്ലോ നമുക്ക്, കാലൊക്കെ പൊട്ടി ചോരയൊക്കെ ഇങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പോൾ വിശന്നിട്ടും ദാഹിച്ചിട്ടും ആകെ തളർന്നിട്ടാണ് മുകളിലേക്ക് പോണേ. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആകെ 2 പേരെ താമസമുള്ളൂ, നമ്മൾ കയറി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പാറയും കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയൊരു ചെറിയ ബിൽഡിങ് കാണും, ഒരു ഹട്ട്, അതിലൊരു യോഗിയുണ്ട്. പിന്നെ 2 കിലോമീറ്റർ താണ്ടി ഒരു കേവിലേ ഉള്ളൂ. അവിടുന്ന് 2 സ്ഥലത്തൊന്നും ഭക്ഷണം കിട്ടുള്ളൂ. പിന്നെ അത് ഇറങ്ങി വരാമെന്ന് പറയുന്നത് എളുപ്പമല്ല. ഞങ്ങളാണെങ്കിൽ എത്താൻ കുറച്ച് വൈകുകയും ചെയ്തു. അപ്പോൾ അവിടെ എങ്ങനെയും താമസിച്ചേ പറ്റൂ. സാധാരണ പോകുന്നവർ ഇറങ്ങി വരും. ഞങ്ങൾ കയറി അവിടെ എത്തിയപ്പോൾ അവിടെ അറ്റത്തുള്ള കാണുന്ന ഹട്ടിൻ്റെ പുറത്ത് ഒരു കരിങ്കല്ലിൻ്റെ ബെഞ്ചിൽ ഒരു യോഗി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് സമാധാനമായി. പക്ഷെ ഞങ്ങളെ കണ്ടത് ആൾ എണീറ്റ് അകത്തേക്ക് പോയി.
അപ്പോൾ ഉടനെ തന്നെ ആകെ അസ്വസ്ഥായി. ഈ മനുഷ്യൻ ഇനിയിപ്പോൾ എന്തൊരു യോഗ്യാണ് ഇയാൾ, നമ്മളെ കണ്ടാൽ ഇൻവൈറ്റ് ചെയ്യല്ലേ വേണ്ടേ. നമ്മളാകെ പക്ഷേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. നിങ്ങൾ നേരെ പോയിട്ട് ആ ബെഞ്ചിലിരുന്നു. ആൾ വരുന്ന ആൾ വാതിൽ ചാരുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മുട്ടാനും പറ്റില്ല, ഇവന്മാർ എന്ത് സ്വഭാവമാണെന്ന് അറിയില്ലല്ലോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു താലത്തിൽ ഒരു വലിയൊരു ട്രേയിൽ 2 കപ്പ് ചൂടുവെള്ളം, 2 കപ്പ് ചായ, പിന്നെ ഈ കടല പുഴുങ്ങിയത്, അതും ആയിട്ട് ഇദ്ദേഹം വരിക. സംസാരിക്കുന്നൊന്നുമില്ല. ആ വെള്ളം തന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നു, കടല കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പുറത്തൊരു പാത്രമുണ്ട്. ആ പാത്രം വെച്ചിട്ട് അതിൽ കാല് കഴുകിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ കാലൊക്കെ പൊട്ടിയിരിക്കല്ലേ, അത് ഇളം ചൂട് വെള്ളം, അത് തണുത്ത് വിറച്ച് നിൽക്കുന്ന സമയമാണ്. ആ കാലിൽ ആ വെള്ളം ഒഴിച്ചപ്പോൾ ശരിക്കും നമ്മൾ തലയിലറിയും ആ സുഖം. എന്നിട്ട് ആളെ ഞങ്ങൾ നേരെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്ത് 2 റൂമിലുണ്ട്. 2 കട്ടിലുണ്ട് 2 സൈഡിൽ. ഓരോ കട്ടിലൊരു 25 കമ്പിളി വീതം ഉണ്ടാവും. ആൾ പറഞ്ഞു ഇവിടെ രാത്രി കൂടെ കിടക്കാം, പക്ഷെ കിടക്കുമ്പോൾ ഈ എല്ലാ കമ്പിളിയും കൊണ്ട് പുതക്കണം, അല്ലെങ്കിൽ രാത്രി തണുത്ത് വിറച്ച് ആകെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നിൽക്കും, അത്ര പ്രശ്നം ഉണ്ടാവുന്നത്, അത്ര തണുപ്പുണ്ടാവുന്നത്. നിങ്ങളിവിടെയൊക്കെ കറങ്ങി വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആ യാത്രയിലൊക്കെ നമ്മൾ അന്ന് പോകുമ്പോൾ ഈ ഓരോ യോഗിമാരെ കണ്ടാലും നമ്മൾ എന്താണ് സാധന മാർഗം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹഠയോഗം, ജ്ഞാനമാർഗം, ഇങ്ങനെ പലതും ഓരോരുത്തർ പറയും. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ സാധന എന്താണ്? അപ്പം നമ്മൾ അന്ന് വരെ കേൾക്കാത്ത ഒന്നാണ് ആൾ പറഞ്ഞത്, എൻ്റെ സാധന മര്യാദയാണെന്ന്. ആദ്യമായിട്ട് നമ്മൾ പല വലിയൊരു ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയും, ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള മാറ്റം. അപ്പോൾ ഹിമാലയത്തിൽ പോയി വന്നിട്ട് തനിക്കെന്താ മാറ്റം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ആളെ കണ്ടു വന്നിട്ട് പിന്നീട് ഞാൻ കാരമടയിൽ ആരെങ്കിലും വന്നാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വന്നാൽ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കാറില്ല. അതിനു മുമ്പ് ചോദിക്കുമായിരുന്നു. ഉച്ചയ്ക്കോ ആരെങ്കിലും വന്ന, ആശ്രമം പോലൊരു സ്ഥലമല്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? എല്ലാവരും പറയും കഴിച്ചിട്ടാണെന്നേ പറയൂ. ആ യോഗി ഒന്നും ചോദിച്ചിട്ടില്ല. ആൾ നേരെ ഫുഡ് തരിക ചെയ്ത്. പിന്നെ നിങ്ങളിന്നിവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ല, അതിനു മുമ്പ് ചോദിക്കുമായിരുന്നു. ആരെങ്കിലും കാലമിടെ വന്നാൽ ചോദിക്കും, ഇന്നിവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം താമസിക്കാൻ ആഗ്രഹമുള്ളവരും ഇല്ല എന്ന് പറയും, എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയും, ആളെ കണ്ടതിന് ശേഷം കാരമടയിൽ ആരെങ്കിലും വന്നാൽ ഞാൻ നേരെ, ആകെ 2 മുറിയേ ഉള്ളൂ, ആ മുറിയിലേക്ക് അവരോട് പറയുന്ന ലഗേജൊക്കെ എടുത്തോളൂ, നമുക്ക് മുറി കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അയ്യോ ഇല്ല, ഞങ്ങൾ നിൽക്കുന്നില്ല, പോകണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹിമാലയത്തിൽ പോയി വന്നതിന് ശേഷം ഏറ്റവും വലിയ മാറ്റം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കൽ നിർത്തിയിട്ട് നേരെ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൽ നിർത്തിയിട്ട് നേരെ മുറി കാണിച്ചു കൊടുക്കും. ഒരു ലൈഫിൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ധന്യത നൽകുന്നത്, ഇവരൊക്കെ ഇത്രയും ധന്യതയോടെ ഇങ്ങനെ കുറച്ച് പേര് കേട്ടോ ഇരിക്കുന്നതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായത്, ഈ നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ ചോദിക്കാതെ അറിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ, നമ്മുടെ സിസ്റ്റം അനുഭവിക്കുന്ന ഒരു ധന്യതയുണ്ട്. ചോദിക്കാതെ അറിഞ്ഞിട്ട് ചെയ്യും. നമ്മൾ ആ ചെയ്യുന്ന ആൾ അനുഭവിക്കുന്ന ഒരു ധന്യത ഉണ്ട്, അത് കിട്ടുന്ന ആളേക്കാൾ ഇരട്ടിയായിരിക്കും. ഇത് വളരെ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സെൻസ് ഇങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഹിമാലയത്തിൻ്റെ ഒരു ഭംഗിയോ ആ യാത്രയുടെ സംഭവങ്ങളോ ഒന്നും തലയിൽ തങ്ങി നിൽക്കില്ല. പക്ഷേ ഈ കെയറും കൺസേണും, അത് ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യരുടെ കൂടെ അവരെ കാണാനൊക്കെ ശ്രമിച്ചപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഈ സ്നേഹം എന്ന് പറയുന്ന വിഷയം, നമ്മൾ നമുക്ക് സ്നേഹം എന്ന് പറയുന്നത്, ഒന്ന് സ്നേഹം കൊടുക്കുന്ന ആളെയാണ് നമ്മളെപ്പോഴും മുകളിൽ വയ്ക്കുക, സ്നേഹം സ്വീകരിക്കുന്ന ആൾ താഴെയായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ലോകത്തുള്ളവരാൽ മുഴുവൻ സ്നേഹിക്കപ്പെടണം എന്ന ആഗ്രഹമാണ് മനുഷ്യർക്ക്. രണ്ടാമത് എന്നെ മാറ്റി വച്ചിട്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുക. ഈ 2 വഴിയാണ് പലപ്പോഴും മനുഷ്യർക്ക്. ചില മനുഷ്യർ അവരുണ്ടാവില്ല,
ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സുഹൃത്തുക്കളെ അവരങ്ങ് സ്നേഹിക്കും. ഇത് സ്വയം മാറ്റിവെക്കും. ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾ, കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുക. വേറെ വിഭാഗമുള്ളവരെന്ന് പറയുന്നത് അവരവരെ മാത്രം സ്നേഹിക്കുക. എല്ലാവരും എനിക്ക് വേണ്ടത് ചെയ്യണം, എന്നെ സ്നേഹിക്കണം. ഈ രണ്ട് മനുഷ്യർക്ക് ഒരിക്കലും സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ നമ്മളെ സ്നേഹിച്ചാലും നമ്മൾ അതൃപ്തി അനുഭവിക്കും. ലോകത്തെ മുഴുവൻ നമ്മൾ സ്നേഹിച്ചാലും നമ്മൾ അതൃപ്തി അനുഭവിക്കും. ശരിക്കും ഞാൻ ഇവരെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഈ സ്നേഹം ശരിക്കും ഫീൽ ചെയ്യുന്നത് ഈ കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും പ്രാധാന്യം ഉണ്ടാകുമ്പോഴല്ല, രണ്ടുപേരും ഈക്വൽ ആകുമ്പോഴാണ്. അതായത് എന്നെ ഞാൻ ചേർത്ത് പിടിക്കാതെ ഈ ലോകത്തിലെ എല്ലാവരും ഞാൻ ചേർത്ത് പിടിച്ചിട്ടൊരു കാര്യമില്ല. ലോകത്തിലുള്ളവരെ ആരെയും ചേർത്ത് പിടിക്കാതെ എന്നെ മാത്രം ചേർത്ത് പിടിച്ചാലും എനിക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. സ്നേഹം പരസ്പരം ചേർത്ത് പിടിക്കുന്നിടത്ത് സംഭവിക്കുന്ന ഒരു ഫീലാണ്. ഈ സെൽഫ്ലെസ് എന്ന് പറയുന്നത്, നിസ്വാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്തോ ഒരു സംഭവമല്ല. ഞാനിത് ഇത് റിയലായിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു മൊമെൻ്റ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള എപ്പോഴാണെന്നറിയോ? ഞാൻ എപ്പോഴും പറയും, ഈ ധ്യാനത്തെ കുറിച്ചൊക്കെ പറയും. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരിക്കുമ്പോഴേ ഏതെങ്കിലും അമ്മമാരോ അച്ഛന്മാരോ ചെറിയ കുട്ടികളെ തോളിലിട്ടിട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. ആ കുട്ടി നമ്മൾ നോക്കി ഒന്ന് ചിരിക്കും. നമ്മളിങ്ങനെ ഭയങ്കര ഐഡൻറ്റിറ്റിയിലൊക്കെ നമ്മളിങ്ങനെ വലിയ സംഭവമായിട്ടായിരിക്കില്ല ഇരിക്കുന്നുണ്ടാവുക. നമ്മളുടെ പൊസിഷൻ, ആളുകൾ നമ്മളെ നോക്കുന്നത്, നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടാവുക. നമ്മളാരെങ്കിലും നോക്കുന്നുണ്ടോ, നമ്മളിങ്ങനെ വളരെ ഗൗരവത്തിലായിരിക്കും. പക്ഷെ ഒരു കുട്ടി നമ്മളെ ഇങ്ങോട്ടേക്ക് നോക്കി നമ്മൾ നോക്കി ഒന്ന് ചിരിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലൊരു പെട്ടെന്നൊരു സാധനം വരും. പിന്നെ ആ കുട്ടീനെ നമ്മൾ കാണിക്കുന്ന കാഴ്ചയുണ്ട്. അതെങ്ങനെ ആരെങ്കിലും വീഡിയോ എടുത്ത് നമ്മളെ കാണിച്ചാൽ നമ്മൾ ഇത്ര ഇന്നസെൻ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എപ്പോഴെങ്കിലും നമ്മളത് വീഡിയോ എടുത്ത് ആരെങ്കിലും കാണിച്ച് നമ്മൾ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ്, നമ്മളുടെ എല്ലാ ഐഡൻറ്റിറ്റികളും ഒക്കെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ ആകെ ഒരു ഒറ്റ കാര്യം നമ്മൾ ചെയ്യുക. ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തെ പരമാവധി നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കും, ആരെങ്കിലും അത് കട്ട് ചെയ്യുന്നത് വരെ. അവിടെ ആ കുട്ടി എന്നെ സ്നേഹിക്കണം എന്നില്ല, ഞാൻ ആ കുട്ടീനെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. ആ മൊമെൻറ്റിനെ അപ്പം അനുഭവിച്ച ഒരു നിമിഷത്തെ മുറിയാതെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് നമ്മൾ സെൽഫ്ലെസ് എന്ന് പറയുന്ന ഒരു സാധനം അനുഭവിച്ചിട്ടുള്ള ഒരു മൊമെൻ്റാണ്. എന്താണ് ഒരു സെൽഫ്ലെസ് ആയിട്ട് ഒരാൾക്ക് പകർന്നു കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അനുഭവിച്ചിട്ട്, എന്ന് വെച്ചാൽ ഞാനിത് സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. അത് സംഭവിച്ചു പോയിട്ടുള്ളൊരു സമയമാണ്. അത് നമുക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ഏച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റികളും നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ എൻ്റെ ഒരു കൊറോണ സമയത്ത് വയനാട്ടിൽ കൊറോണ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോള് പ്രസവിച്ചു. ആ കുട്ടി 3 വർഷം ആ വീട്ടിലുള്ളവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം പുറത്ത് ഒരു 3 വർഷത്തോളം പുറത്തുള്ളവർ വരലും പോക്കൊന്നുമില്ല. 3-ാമത്തെ വയസ്സിൽ 2.5 വയസ്സായിട്ടുണ്ട്. 2.5 വയസ്സിൽ ആദ്യമായിട്ട് ആ വീടിൻ്റെ പുറത്തുള്ള ഒരാളെ കാണുന്നത് തന്നെയാണ്. താടിയൊക്കെ വെച്ചിട്ട് പുതിയ ഒരു ജീവി കയറിയാണ് അവരുടെ വീട്ടിലേക്ക്. അപ്പം അവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. നമ്മൾ ഈ പൂച്ചയൊക്കെ നായകളൊക്കെ ആദ്യം ഒരാളെ കണ്ട് ഇങ്ങനെ നോക്കില്ല, അതുപോലെ. അപ്പോൾ എങ്ങോട്ട് വിളിച്ചു, മോള് വാന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മുമ്പിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെടുത്തിട്ട് മെല്ലെ മടിയിലിരുത്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, എന്നെ നോക്കിയിട്ടല്ല. ഞാനിങ്ങനെ ഇരുത്തിയപ്പോൾ അവിടെ അങ്ങ് ഇരുന്നു. അവിടെ ഇരുന്ന ഒരൊറ്റ ഇരിപ്പാണ്, സ്ട്രെയിറ്റ് ആയിട്ട്, ഇളകാതൊരു ഇരിപ്പ്. അപ്പോൾ അവളെ മടിയിലിരുന്നപ്പോൾ പിന്നെ എനിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ എൻ്റെ ഉള്ളിൽ, അവളുടെ ആ ഇരിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതായത് അവൾ എൻ്റെ മടിയിലിരുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്. അവൾക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ല ഒരു കുട്ടി വന്നിട്ട് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ മടിയിൽ കയറിയിരിക്കുക.
പിന്നെ അവരെല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്നു ഞാൻ. അവളെ എൻ്റെ കാലിളകാതെ അവൾ ആ ഇരിപ്പിലൊരു സൈലൻസ് ഉണ്ട്. ഞാനും അറിയാതെ എൻ്റെ പ്രാണൻ്റെ ഗതിയൊക്കെ കുറയാൻ തുടങ്ങി. പല വലിയ വലിയ ഭയങ്കര ഫിലോസഫിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നാണ് ഞങ്ങൾ. പെട്ടെന്ന് ആ ചിന്തയൊക്കെ അങ്ങ് പോയി. പിന്നെ ആകെയുള്ളൊരു ശ്രദ്ധ എന്ന് പറയുന്നത് ഈ കുഞ്ഞ് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കണം എന്നതിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള വാത്സല്യം വരാൻ തുടങ്ങി, ശ്രദ്ധ വരാൻ തുടങ്ങി, അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി വെക്കാൻ തുടങ്ങി. അറിയാതെ കാലൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇളക്കാതെ തന്നെ വെക്കാൻ തുടങ്ങി. ഒരു 20 മിനിറ്റോളം ഇരുന്നിട്ടുണ്ടാവും. അമ്മോ, അപ്പോഴാണ് ശരിക്കും ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മളെ ശ്രദ്ധിക്കുമ്പോഴല്ല, നമ്മളെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നമ്മൾക്കൊരു സമാധാനമുള്ള ഒരു നിമിഷത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവളവിടെ വന്നിരുന്നപ്പോൾ ഞാനവിടെ ഇല്ലല്ലോ, വാത്സല്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ വാത്സല്യവും സ്നേഹവും അവളെ ഇളകാതിരിക്കണം, അവളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള ഒരൊറ്റ ചിന്തയോട് കൂടിയിട്ട് ഇരുന്ന് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ആളുകളൊക്കെ ധ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അവരോട് പറയും, ധ്യാനിക്കാൻ ഒരു എളുപ്പമായിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ കുറിച്ച് മടിയിലിരിക്കുക സങ്കല്പത്തിൽ. എന്നിട്ട് ആ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഇളകാതെ അവിടെ ഇരുത്തുക, നമ്മളിലേക്കൊന്നും നോക്കണ്ട. എന്നിട്ട് ചുമ്മാ കുഞ്ഞിനെ താലോലിച്ചവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ധ്യാനം നമ്മൾ അനുഭവിച്ചോളൂ. അല്ലാണ്ട് ജപിക്കുക മന്ത്രം ചൊല്ലൊന്നും വേണ്ട. നമ്മുടെ പ്രാണൻ്റെ ഗതി പോലും മാറിയാന്ന് ശരിക്കും. ഞാനിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഈ നെഞ്ച് ഇങ്ങനെ താഴെ ഇതാവുകയും ചെയ്യുന്നത് ആ കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യുമോ എന്നുള്ള ഇതേപോലെയാണ് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർ നമ്മളോട് പെരുമാറുന്നത്. യോഗിമാർ ഇപ്പോൾ രാംബാബ എന്ന് പറയുന്ന ഒരു യോഗിയുടെ കൂടെ ഞാൻ താമസിച്ചിരുന്നു ഹിമാലയത്തിൽ. അവർ ഭക്ഷണം ഉണ്ടാക്കി തരും. ചപ്പാത്തി ഉണ്ടാക്കി, അതുപോലെ സബ്ജി ഉണ്ടാക്കി, ഭക്ഷണം പാത്രം നമ്മളെ കൊണ്ട് കഴിപ്പിക്കില്ല, അവർ തന്നെ കഴിക്കുള്ളൂ. ബാബയാണ് കേട്ടോ, ഇഷ്ടംപോലെ ശിഷ്യന്മാരുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്നതെന്നറിയോ, നിങ്ങളൊക്കെ സാധകന്മാരാണ്, നമ്മളൊക്കെ അത് കഴിഞ്ഞവരാണ്, അതുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ലല്ലോ. നമ്മൾ ഈ വിവരമില്ലാത്തവരാണല്ലോ ശുശ്രൂഷിക്കേണ്ടത്. ഈ ശരിക്കും ഒരു മദർഹുഡ്, വളരെ ഡീപ്പായിട്ടുള്ളൊരു വാത്സല്യം അവരിൽ ഇങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും ഭയങ്കര ഡീപ്പായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരം അതുവരെ കേട്ടിട്ടുള്ള യോഗി എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും പൊളിഞ്ഞ് പാളീസായി പോകും. ഞാനിന്ന് യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യാത്രകൾ പറഞ്ഞത് എന്നായിരുന്നു വിഷയം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണ് എൻ്റെ യാത്രയിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഹരിദ്വാറിൻ്റെ കഥ പറഞ്ഞല്ലോ. ഹരിദ്വാർ, ഋഷികേശ്, അവിടെയൊക്കെ പോയി യമുനോത്രി, ഗംഗോത്രി, ഗോമുഖ്, തപോവൻ, കേദാർ, ബദരി, ഹേംകുണ്ട് സാഹിബ് 3 മാസമായിരുന്നു. 3 മാസം ഹിമാലയമൊക്കെ കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരുപാട് താടിയും ഞാൻ തലയിലൊരു കെട്ടൊക്കെ കെട്ടി വസ്ത്രമൊക്കെ മുഷിഞ്ഞ് ഏകദേശം ഒരു ബാബ സ്റ്റൈലായി. അവിടുന്ന് ബോധ്ഗയയിലേക്ക് പോകണം. ബോധ്ഗയ, സാരനാഥൊക്കെ കാണാൻ വേണ്ടി. ബോധ്ഗയയിലേക്ക് സാരനാഥിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ വേറൊരു മൂഡിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ ഒരു ഗായത്രി ഉണ്ട്, ഗായത്രി അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഇരിപ്പും ഭാവവും ഞാനിങ്ങനെ കുന്തക്കാലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കയറി വന്നു, ഇയാളൊരു ഭയങ്കര സിദ്ധനായ ബാബയാണെന്ന് പുള്ളി വിചാരിച്ചിട്ട് ആൾ വന്നിട്ട് നേരെ എൻ്റെ കാൽക്കിലൊരു നമസ്കരിക്കലാണ്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര അസ്വസ്ഥമായി അത് കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു മാറിപ്പോന്ന് പറഞ്ഞു. ആൾക്ക് ഭക്തി കൂട്ടി. അപ്പോൾ ആൾക്ക് എന്നായിട്ട് കണക്റ്റ് ആവണം. എനിക്കാണെങ്കിൽ അയാളോട് മിണ്ടാൻ യാതൊരു താല്പര്യമില്ല, ഒരു മൂടുമില്ല. അപ്പോൾ ഞാൻ അയാളങ്ങ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഗായത്രി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി എന്നോട് മലയാളത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, അയാൾ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊതിക്കുന്നു, അപ്പോൾ നിങ്ങൾക്കൊന്ന് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞൂടെ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂഡില്ല, എനിക്കാളെ ഇഷ്ടമായില്ല. അപ്പോൾ ഗായത്രി ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഈ 3 മാസം ഭയങ്കര സംവാദങ്ങളും വലിയ വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹം ഇറങ്ങാറായപ്പോൾ വാരണസിയിൽ ഇറങ്ങുമ്പോൾ ആളുടെ ഒരു കാർഡ് എൻ്റെ കയ്യിൽ തന്നു. ആ കാർഡ് തന്നിട്ട് എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സാരനാഥിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടെ. എനിക്കങ്ങനെ ഒരു താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ഗായത്രി പറഞ്ഞു പ്ലീസ് വാങ്ങും. ഞാനത് വാങ്ങിച്ചിട്ട് പിന്നെ ബാഗിലിട്ടു. ആ ശരി ഓക്കെ എന്നും പറഞ്ഞു.
ആൾ പോയി. അപ്പോൾ ഗായത്രി എന്നോട് കുറേ പറഞ്ഞു, നിങ്ങളിങ്ങനെ കുറച്ചൊരു മര്യാദക്കാരോട് സംസാരിക്കാൻ. ആൾ ഇത്രയും ഞാനതിന് ബാബയാണ്. ബാബ എന്തോ ആവട്ടെ, നിങ്ങളൊരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യനോട് മര്യാദക്ക് പെരുമാറാൻ ഇത്രയും അത്ര എനിക്കൊരു മൂഡുണ്ടെങ്കിൽ അതുപോലെ ഞാൻ പെരുമാറുള്ളൂ. എനിക്ക് കൃത്രിമമായിട്ടൊന്നും പെരുമാറാൻ പറ്റില്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ അത് വിട്ടു. അപ്പോൾ ഈ സാരനാഥിൽ ഡീർ പാർക്ക് ഉണ്ട്. ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ മാനുകളെ വളർത്തിയിരുന്ന കാടാണെന്നൊക്കെ പറയുന്ന സ്ഥലം. പക്ഷെ അവിടുത്തെ മാനുകളെ കാണണം, അതിമനോഹരമായിട്ടുള്ള നല്ല വലിപ്പമുള്ള മാനുകളാണ്. അപ്പോൾ ഒരു കമ്പിവേലിയാണ് അതിൻ്റെ അതിര്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിമെൻ്റ് ഇട്ട വഴിയാണ്. അപ്പോൾ അതിലൂടെ ഞങ്ങളിങ്ങനെ ഈ മാനുകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു മരത്തിൻ്റെ മുകളിൽ നിന്നൊരു പച്ചിലപ്പാമ്പ് താഴേക്ക് ഗായത്രിയുടെ ഷോൾഡറിലേക്ക് അങ്ങ് വീഴുക. ഷോൾഡറിലേക്ക് വീണ സമയത്ത് പെട്ടെന്ന് നല്ല സ്ലിപ്പറായിട്ടുള്ള സ്ഥലം, കാലങ്ങ് വഴുതി ഗായത്രി നേരെ പോയിട്ട് പിടിച്ചത് ഈ മുള്ളുകമ്പിയിലാണ്. ഈ വിരലിൻ്റെ മാംസം മുഴുവൻ അങ്ങ് അടർന്ന് അങ്ങ് വീണ് കിടന്നു. ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ തലയിലുണ്ടായിരുന്ന കെട്ട് കീറിയിട്ട് അവിടെ കെട്ടി. ആൾക്കാരൊക്കെ കൂടി ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇയാളുടെ കാർഡ് എൻ്റെ കയ്യിൽ. ഗായത്രി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാർഡ് കയ്യിലില്ലേ? പറഞ്ഞു അതിൽ നമ്പർ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നമ്പർ നോക്കി, നേരെ പോയി ബൂത്ത്, ഞാൻ ഗായത്രിനെ അവിടെ ഇരുത്തി. ഒരാൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി വിളിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആൾ ഫോൺ വിളിച്ചു. അപ്പോൾ ആളുടെ വീട് സാരനാഥിൻ്റെ അടുത്താണ്. ആളുടനെ ആളുടെ കാറായിട്ട് വന്നു. അപ്പോൾ ആളുടെ സുഹൃത്ത് സാരനാഥിലെ ഡോക്ടറാണ്, ഒരു ക്ലിനിക്കിൽ. ഉടനെ തന്നെ കാർ എടുക്കുന്നു, ഞങ്ങളായിട്ട് ആശുപത്രിയിൽ പോകുന്നു. ഉടനെ തന്നെ ഒരു 4-5 സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ പറഞ്ഞു 3 ദിവസം കൈ അനക്കാതെ വെക്കണം, പിന്നെ അതങ്ങ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പം 3 ദിവസം അപ്പോൾ ഉടനെ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോവാം, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോകണു. പിന്നെ 3 ദിവസം എന്നെ ഇളകാൻ അനുവദിക്കുന്നില്ല, ഗായത്രീനെ ഇളകാൻ അനുവദിക്കും. ഭക്ഷണം അപ്പോൾ ഈ ഇത്രയും ദിവസം വലിയ യാത്ര ചെയ്യുന്നുണ്ട്, നേരെ ചൊവ്വേ നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നമ്മളീ താമസിക്കുന്നതൊക്കെ ആശ്രമങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണമൊക്കെയാണ്. അപ്പോൾ പനീർ ബട്ടർ മസാല, ആലു പൊറോട്ട, കുറേ 3 മാസത്തിന് ശേഷം കൊള്ളാവുന്ന ഭക്ഷണം കഴിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇരുന്ന് നീറുകയാണ്. ഞാനപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പെരുമാറിയത് മുഴുവൻ എൻ്റെ ഉള്ളിൽ റിവീലാവാൻ തുടങ്ങി. ഇങ്ങനെ കത്തുകയാണ് ഉള്ളിൽ കിടന്നിട്ട്. അപ്പോൾ ഗായത്രി ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കും. ഒന്നും പറയില്ല കേട്ടോ, ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല ഗായത്രി, ചിരിക്കുകയുള്ളൂ. പക്ഷെ എന്നെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. ഈ മനുഷ്യൻ്റെ ഓരോ കാര്യം എന്നെങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇനി ബോധഗയയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ കൊണ്ടുവിടാം, വണ്ടിയിൽ കൊണ്ടുവിടാം, എനിക്കത് സന്തോഷമുള്ള കാര്യം. അദ്ദേഹം 3 ദിവസം ലീവ് എടുത്തിട്ടാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ആ ലീവ് തരില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ജോലി ചെയ്യുന്ന ആളായിട്ട് വഴക്കിട്ടിട്ടൊക്കെയാണ് ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ നോക്കണേ. അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് ശരിക്കും എനിക്കെൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഹിമാലയം മുഴുവൻ കറങ്ങി നടന്ന് കണ്ടുമുട്ടുന്ന യോഗിമാരോടും മനുഷ്യരോടൊക്കെ വലിയ വലിയ ഫിലോസഫി പറഞ്ഞ ആ പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്. ഒരുപാട് ആൾക്കാർ ഹിമാലയ യാത്രാവിവരണമൊക്കെ ഉപയോഗിച്ചിട്ട് ഗംഭീരങ്ങളെ എന്തൊരു പ്യുവറായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു 4 ദിവസമായിട്ടില്ല, ആ 4 ദിവസം കഴിഞ്ഞാൽ ട്രെയിനിലിരുന്ന് പെരുമാറിയ ഷൗക്കത്ത്, ഇത്രയും ദിവസം ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾക്ക് നമ്മുടെ മൂഡിൻ്റെ ഒപ്പം നമ്മൾ ഇരിക്കും. എൻ്റെ മൂഡ് നല്ലതാണെങ്കിൽ ഞാൻ എല്ലാവരോടും നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്കൊരു തലവേദന വന്നിരിക്കുമ്പോൾ നമ്മളേറ്റവും പ്രിയപ്പെട്ട ആളുകളോട് പോലും നമ്മൾ എത്ര മോശമായിട്ടാണ് പെരുമാറുക. ഒരു കുട്ടി ഒരു ശബ്ദം ഉണ്ടാക്കി കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലറി വിളിക്കും. കാരണം നമ്മൾ ഓക്കെ അല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ളൊരു ഉള്ളുണ്ടാകുന്ന മനുഷ്യർക്ക് പറയുന്ന പേരാണ് സ്നേഹമുള്ള മനുഷ്യൻ. നമ്മൾക്ക് സ്നേഹമുള്ളപ്പോൾ സ്നേഹിക്കുന്ന മനുഷ്യരൊന്നും സ്നേഹമുള്ള മനുഷ്യരൊന്നുമല്ല. നമുക്ക് സ്നേഹം വന്നെന്ന് പറഞ്ഞാൽ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവാൻ നമ്മളിങ്ങനെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊരാളെടുത്ത് ചെല്ലുക, ഇവിടെ നമ്മൾ സ്നേഹം കൊടുക്കാൻ നിൽക്കുമ്പോൾ അയാൾ പറയാം നിങ്ങളുടെ സ്നേഹം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെന്താവും നമ്മുടെ സ്ഥിതി? ഏറ്റുവാങ്ങാൻ ഒരാളില്ലെങ്കിൽ നിർജീവമായ അവസ്ഥയാണ് സ്നേഹം. അപ്പോൾ റിയലായിട്ടൊരു മനുഷ്യൻ സ്നേഹമുള്ള മനുഷ്യനാകുന്നത്
നമ്മൾ ഏത് മൂഡിലായാലും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന മനുഷ്യരോട് മര്യാദയ്ക്ക് ഇടപഴകാൻ കഴിയുന്ന ഒരാൾക്ക് പറയണ പേരാണ് സ്നേഹമുള്ള ആൾ, അല്ലെങ്കിൽ സ്നേഹം. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നിമിഷം പോലും ആ മനുഷ്യനോട് ഞാൻ പെരുമാറിയില്ല ആ സമയത്ത്. അപ്പോൾ എന്നെ ഞാൻ കാണുന്നില്ല. അവനവനറിയാന്നൊക്കെ പറയില്ലേ, അത് എന്നെ കാണിച്ചെന്ന മനുഷ്യനാണ് ആൾ. അയാൾക്ക് ഞാൻ ബാബയാണ്. പക്ഷേ ഈ ബാബ എന്താന്ന് പുള്ളി അറിയണില്ലല്ലോ. എൻ്റെ ദേഷ്യവും ഞാൻ മാറിയിരിക്കുന്നതൊക്കെ അയാളെ ഡിറ്റാച്ച്മെൻറ്റ് പഠിപ്പിക്കുക എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഞാനിത് എനിക്ക് മൂടില്ലാത്തത് കൊണ്ട്, ഞാൻ അസ്വസ്ഥനായതുകൊണ്ടാണ് പെരുമാറുന്നതെന്നല്ല മുഖത്ത്. അപ്പോൾ എൻ്റെ ഹൈറ്റ് കൂടുകയാണ്. ഞാൻ അയാളെ അവഗണിക്കുന്നതിനനുസരിച്ച്, അയാളെ തള്ളി മാറ്റുന്നതിനനുസരിച്ച് അയാളുടെ ഉള്ളിൽ എൻ്റെ സ്ഥാനം ഹൈറ്റിലേക്ക് പോവാം. ഇത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു എന്ന് കരുതി. എന്തായാലും നമ്മുടെ യോഗ്യന്മാരുടെ ഒക്കെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഈ ഒരു കാഴ്ച ശരിക്കും ഇങ്ങനെ എന്താ പറയുക, പ്രകൃതി ഒരുക്കി വെച്ച പോലെയാണ്. ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് യാത്രയിലുണ്ടാവും, അത്ഭുതകരമായിട്ട്. അന്ന് പഠിച്ചൊരു പാഠാണത്. നമ്മൾ എന്ത് മൂഡിലാണെങ്കിലും ആ മൂഡിനെ മാറ്റി വെച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ ആവശ്യത്തെ കാണാനുള്ള ഒരു ഉള്ള് നമുക്കുണ്ടാവുക. അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അവെയർനെസ് നമ്മുടെ ഈ യാത്രകൾ നമുക്ക് പകരുന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കിങ്ങനെ ഇപ്പം ഞാൻ ഇത്രയും 3 മാസം യാത്ര ചെയ്തിട്ടും ആ ഒരു മനുഷ്യനോട് സഹിഷ്ണുതയോടെ അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയാതിരുന്നതിൻ്റെ കാരണം, മനുഷ്യൻ അടിസ്ഥാനപരമായി അവൻ്റെ ഒപ്പം മാത്രമേ നിൽക്കൂ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ മൂഡിനൊപ്പം നിൽക്കുക, അങ്ങനത്തെ ഒരു ജീവിയാണ് നമ്മൾ. അത്ര മോശം ജീവിയാണ് അടിസ്ഥാനപരമായിട്ട്. നമ്മൾ ഹാപ്പി ആണെങ്കിൽ എല്ലാവരും നമ്മളങ്ങ് സ്നേഹിക്കും. അപ്പോൾ അവരൊക്കെ നമ്മളൊരു സംഭവമാക്കും. ഒരു തലവേദന വന്നാൽ ഏറ്റവും സ്നേഹിക്കുന്ന ആളെപ്പോലും ചെറിയ കാര്യത്തിന് വെറുക്കുന്ന ജീവിക്ക് പറയണ പേരാണ് മനുഷ്യൻ. ചെറിയ സാധനം. അപ്പോൾ ഈ യാത്രകൾ പറഞ്ഞത് എന്ന വിഷയം പറഞ്ഞപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആളുകൾ അവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിച്ച് ഇപ്പം ഭയങ്കര സംഭവങ്ങളൊക്കെ പറയും. ഹിമാലയത്തിൻ്റെ ഭയങ്കര സംഭവം, ഫിലോസഫി, കൺസേൺ. എളുപ്പമല്ലത്. ഈ നമ്മുടെ അഭാവം, നമ്മളെ മാറ്റിവെക്കുക എന്ന് പറയുന്നത്, അതേസമയം നമ്മളെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നല്ല എന്നും. ഇപ്പം നമ്മൾ സംസാരിച്ചില്ല 5 പേരും. ഇപ്പം നമ്മൾ 5 പേരിലും നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഏച്ചു കൂട്ടിയിട്ടുള്ള ഐഡൻറ്റിറ്റി ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ആരും നിരഹങ്കാരികരായിട്ടിരുന്നതൊന്നും അല്ലല്ലോ, ഞാനില്ലാണ്ടിരുന്നതൊന്നുമല്ല. നമ്മൾ 4 പേരും ഒരു സമാധാനം എന്ന് പറയുന്ന ഈ പറയുന്നൊരു വിഷയത്തിലേക്ക് നമ്മുടെ 4 ആളുടെ താല്പര്യം വന്നപ്പോൾ നമ്മൾ വ്യക്തികൾക്ക് അവിടെ പ്രാധാന്യം ഇല്ലാണ്ടായി, ആ വിഷയത്തിന് പ്രാധാന്യം വന്നു. അതത്രയും ഒരു നനവുള്ള വിഷയമായതുകൊണ്ട് നമ്മളെ മാറ്റി വയ്ക്കും, നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറ്റി അതിലേക്ക് ഇങ്ങ് വരും. ഇതിനെയാണ് ഇവർ ഈ പറയാൻ ശ്രമിച്ചിട്ടുള്ള നിരഹങ്കാരം, സ്വാർത്ഥതയില്ലായ്മ എന്നൊക്കെ പറയും. ഞാൻ സ്വാർത്ഥതയില്ലാത്ത ആളാണെന്ന് പറയുമെന്നല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസുകളാണ് ഈ യാത്രകൾ ശരിക്കും നമുക്ക് ഈ ഹിമാലയം പോലുള്ള സ്ഥലത്ത്, ഹിമാലയം പോലെയല്ല, എവിടെ പോകുമ്പോഴും കിട്ടുന്ന രസമുള്ള അനുഭവങ്ങളാണ്. അപ്പോഴാണ് നമ്മളെത്ര ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. നിത്യനെപ്പോഴും പറയും, ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല ആൾക്കാരാണ്, ശ്രദ്ധ തെറ്റിയാൽ നമ്മളൊന്നിനും കൊള്ളാത്തവരാണ്. അല്ലാതെ നമ്മളിങ്ങനെ വിവരമുള്ളവരാവുന്നത് കൊണ്ട് നല്ല മനുഷ്യനൊന്നും ആവില്ല, ഒരിക്കലും ആവാൻ പറ്റില്ല. നമുക്കല്ലെങ്കിലും വിവരമുള്ളവരോടൊന്നും അല്ലല്ലോ സ്നേഹം തോന്നുക, നമ്മളോടൊക്കെ മര്യാദക്ക് പെരുമാറുന്നവരോടല്ല നമുക്ക് ഇഷ്ടം തോന്നുക. അല്ല, വിവരമുള്ളവരെ നമ്മൾ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ടൊരു ഡിസ്റ്റൻസിൽ നിർത്തും, നമ്മൾ അടുപ്പിക്കില്ല. അപ്പം നമുക്കൊരു വിവരമുള്ള ഒരാളോട് ഒരാൾക്ക് അടുപ്പൊന്നും തോന്നില്ല. അടുപ്പം തോന്നുക ഈ പറയണ പോലെ നമ്മളുടെ ചില ഇടങ്ങളെ പരിഗണിക്കുന്നവരോടാണ്, ആ കൺസേൺ ഉള്ളവരോടെ നമുക്ക് തോന്നുള്ളൂ, ഒരു ഫീലൊക്കെ വരുള്ളൂ. അത് മനുഷ്യന്, ഞാൻ ഈ സൈലൻസ് റിട്രീറ്റ് നടത്താറുണ്ട്. ആളുകൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ സൈലൻസ് റിട്രീറ്റ് നടത്തുന്നത്? ഞാൻ പറയും,
ഞാൻ മൗനമായിട്ടിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാനല്ല സൈലൻസ് റിട്രീറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ സൈലൻസ് റിട്രീറ്റിൽ വരുന്നവരോട് ഞാൻ പറയുക 2 കാര്യങ്ങളാണ്. മനുഷ്യരോട് മിണ്ടരുത്, മനുഷ്യരെ കേൾക്കരുത്. എന്നിട്ട് ഇവിടെ 5 ദിവസം കഴിയണം. അത്രയേ ഉള്ളൂ. ധ്യാനമൊന്നുമില്ല, ധ്യാനിക്കലും പ്രാർത്ഥിക്കലുമല്ല. അതിൻ്റെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ മനുഷ്യനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ 90% മനുഷ്യരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്നു. പക്ഷെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് പ്രകൃതിയുടെ എല്ലാറ്റിനോട് ഇടപഴകി ഇവോൾവ് ചെയ്ത് വന്നിട്ടില്ല. മനുഷ്യനോട് മാത്രം ഇടപഴകിയ ജീവിയല്ല. അതുകൊണ്ട് മനുഷ്യനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഇടങ്ങൾ നമ്മളിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ നമ്മളൊരു പൂച്ചയുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആവും. ഒരു നായയുടെ കൂടെ ഇരിക്കുമ്പോൾ അത് വേറെ ഫാക്കൽറ്റിയാണ്. ഇപ്പം നമ്മൾ 4 മനുഷ്യന്മാർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കിടുന്ന ഏരിയയെ അല്ല ഒരു പൂച്ചയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഫുൾഫിൽ ചെയ്യുന്നത്. അതല്ല ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ, അതല്ല ആകാശം കാണുമ്പോൾ, അതല്ല കവിത കേൾക്കുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ. അപ്പം നമ്മളിൽ ഫുൾഫിൽ ചെയ്യപ്പെടേണ്ട ഒരുപാട് ഫാക്കൽറ്റികൾ അടഞ്ഞെടുക്കുക. അപ്പോൾ ആ ഏരിയകളെ ഒന്ന് സെൻസിറ്റീവ് ആക്കാനും ഓപ്പൺ ആക്കാനും മനുഷ്യനിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. മനുഷ്യൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന പോലെ മനുഷ്യനിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ 2 വഴിയേ ഉള്ളൂ. ഒന്ന് വാചകടി നിർത്തുക, ഒന്ന് കേൾക്കൽ നിർത്തുക. അപ്പോൾ ഈ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കണ പോലെ മനുഷ്യരോട് സംസാരിക്കാതിരിക്കുകയും മനുഷ്യരോട് കേൾക്കാതിരിക്കുകയും ചെയ്തൊരു ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അറിയാതെ നമ്മൾ നേച്ചറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ നമ്മൾ സമീക്ഷ, കാലടിയിലുള്ള സമീക്ഷയിലാണ് ഞാനിത് വയ്ക്കുക. പിന്നെ ഹാളിൽ വന്നിരിക്കുക, ധ്യാനിക്കൊന്നും ചെയ്യരുത്. ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ബാക്കി എന്തൊക്കെ സംഭവിക്കണം അതിനെ ആലോചിക്കുക. അപ്പം 3-ാമത്തെ ദിവസമാകുമ്പോൾ എല്ലാവരും പറയും, ലാസ്റ്റ് ദിവസമാണ് പറയുക, സംസാരിക്കുന്ന 5-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമ്മൾ ഈ ഇലകളൊക്കെ ആദ്യമായിട്ട് കാണാൻ തുടങ്ങും. ഒരു ചെടിയിൽ ഓരോ ഇലയ്ക്കും ഓരോ കളറാണ്. പച്ച എന്ന് വെറും പച്ചയല്ല, അതിൻ്റെ ഗ്രേഡുകളും അതും ഇതൊക്കെ കാണാൻ തുടങ്ങും. പക്ഷികളുടെ ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം, അവിടെ പുഴയുണ്ട്, പുഴയുടെ തീരത്ത് നിന്നിരിക്കുമ്പോൾ ഓളം. ശരിക്കും പ്രകൃതിയിലുള്ള ഒരുപാട് ഏരിയകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു അവരെല്ലാവരും പറയും. അപ്പോൾ സത്യത്തിൽ റിയലായിട്ടുള്ളൊരു ലിസണിങ് നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനോട് മാത്രം ഇടപഴകുന്നതാണ്. അതുകൊണ്ട് എന്നാണോ ഒരാൾ മനുഷ്യനിൽ നിന്ന് ഇറങ്ങി പ്രകൃതിയിലേക്ക് നടക്കുന്നത്, അന്നേ നമുക്ക് തൃപ്തി ഉണ്ടാവും ലൈഫിൽ. മനുഷ്യനിൽ നിന്ന് അനുഭവിക്കുന്ന തൃപ്തിക്ക് എപ്പോഴും പരിധിയുണ്ട്. കുറച്ച് നേരം ഇരുന്ന് ഞാൻ ബോറടിക്കും നമുക്ക്. അപ്പോൾ നമ്മളിടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോയി നടന്നിട്ട് വരുമല്ലോ വീണ്ടും, ഒരു കാര്യമില്ലാതെ. ശ്രദ്ധിച്ചാൽ ബോഡി ചെയ്യും, അറിയാതെ ബോഡി എണീറ്റിട്ടൊന്ന് നടന്ന് അവിടെ ഇവിടെ പോയിട്ട് വീണ്ടും വന്നിരിക്കും. അത് ബോറടിച്ചിട്ടാണ്. നമ്മൾ പൂച്ചേനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? പൂച്ച, നായൊക്കെ ശ്രദ്ധിച്ചാലേ കുട്ടികളായിട്ട് കളിക്കണ ഒരു സമയം ഉണ്ടാവും, ഭയങ്കര കമ്പനി ആയിരിക്കും, കുറച്ച് സമയമാണ്. പിന്നെ അമ്മേനും അച്ഛനും എവിടെ പോയിന്ന് അറിയില്ല. കുട്ടികളവരുടെ പാട്ടിനിട്ടിട്ട് ഒറ്റപ്പോക്കാം. പിന്നൊരു വരവാണ് കുറച്ച് നേരം അവരുടെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം ഫുള്ളാണ്. അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഒരേ സമയം മനുഷ്യർക്കൊപ്പമായിരിക്കുകയും ആ ജീവിയുടെ ഒപ്പമായിരിക്കുകയും അത് കഴിഞ്ഞാൽ ഉടനെ ഒറ്റയ്ക്ക് അവർ പോയിട്ട് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒരൊറ്റ ഇരിപ്പാണ്, ബാക്കിയുള്ളതിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. മനുഷ്യൻ്റെ വിചാരം എന്താ? മനുഷ്യൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. മനുഷ്യൻ കൂടെ ഉള്ളപ്പോൾ മാത്രമേ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് തോന്നും. അതിൻ്റെ കാരണം മനുഷ്യനല്ലാത്ത ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആ ശീലം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈലൻസ് റിട്രീറ്റ് വെക്കുക. 3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു മനുഷ്യനും നമുക്ക് വേണ്ടാത്ത പോലെ തോന്നും. മനുഷ്യൻ വേണ്ടാന്നല്ല അതിൻ്റെ അർത്ഥം, മനുഷ്യൻ വേണം നമുക്ക്, പക്ഷെ മനുഷ്യൻ മാത്രം പോരാ. മനുഷ്യനിലൂടെ മാത്രം ഒരിക്കലും ഒരാൾക്ക് സ്വസ്ഥത കിട്ടില്ല. ഈ മനുഷ്യരനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ 90% കാരണം മനുഷ്യനിൽ മാത്രം അടക്കി നിൽക്കുന്നതാണ്. ഒരു നിത്യനെപ്പോഴും പറയും, വീട്ടിലൊരു ചെടി വെച്ചിട്ട് അത് സ്വന്തം മക്കളെ പോലെ അതിനെ വളർത്താൻ മനുഷ്യനില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ നമ്മളെ ഭയങ്കര റിലീഫ് വരുന്നു.
നമ്മൾ ഈ മനുഷ്യരിൽ ഉടക്കി നിന്ന് പോയത് നമ്മുടെ വലിയൊരു ദുരിതമാണ്. അതൊക്കെയാണ് അവിടെ പറഞ്ഞു. യാത്ര, മനുഷ്യനിൽ നിന്ന് ഇറങ്ങി മനുഷ്യനിൽ മാത്രം ഉടക്കി നിൽക്കുന്ന ബോധം മനുഷ്യനിൽ നിന്ന് ഇറങ്ങി മറ്റ് ജീവജാലങ്ങളിലേക്കും പ്രകൃതിയിലേക്കും നടന്നു തുടങ്ങുമ്പോഴാണ് ഒരാൾ യാത്രികനാകുന്നത്. നമ്മൾ ഇപ്പോൾ ഹിമാലയം പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, അറിയാതെ നമ്മൾ മനുഷ്യരിൽ നിന്ന് മാറി പ്രകൃതിയിലേക്ക് അങ്ങ് പോകും. കാരണം അത്രയും പ്രകൃതിയല്ലേ, മനുഷ്യർ കുറവായിരിക്കുമല്ലോ. ആ പോക്കുകളാണ് സത്യത്തിൽ നമുക്കൊരു അയവ് തരുന്നത്. മനുഷ്യൻ്റെ സ്നേഹം നമുക്ക് കുറച്ചുണ്ട് സത്യത്തിൽ. ബാക്കി സ്നേഹമൊക്കെ വേറെ പലതിൽ നിന്നാണ് കിട്ടണ്ടേ. പക്ഷെ മനുഷ്യൻ്റെ സ്നേഹത്തിലാണ് നമ്മളുടെ എല്ലാ ജീവിതവും ഇരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് എന്നും മനുഷ്യന്മാരായിട്ട് ഇടികൂടേണ്ടി വരുന്നത്. മനുഷ്യൻ്റെ സ്നേഹം കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കുക, ഉടനെ ഒരു ഈർഷ്യ അകൽച്ചൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ പുറത്തിറങ്ങി നടക്കാനൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. നമ്മളിത് വിടൂലല്ലോ, ഈ ടാവട്ടത്ത് ഇങ്ങനെ കറങ്ങി 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 എല്ലാം ഉണ്ട്. എന്നോട് ചിലർ വിളിക്കും, പക്ഷെ ഒക്കെ ഒരു പിടി കിട്ടണില്ല. പൈസക്ക് പൈസ ഉണ്ട്, നല്ല വീടൊക്കെ വെച്ചു, വാഹനമൊക്കെ വാങ്ങി, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കൗൺസിലിംഗ് പരിപാടിയൊക്കെ ഉള്ളതല്ലേ, എന്താണെന്നറിയില്ല, ഓരോ ഉറക്കം കിട്ടണം. എങ്ങനെ കിട്ടാൻ പറ്റും? പണം ഉണ്ടാക്കണം, വീട്ടുകാർ വേണം, ഒക്കെ ഒക്കെ തന്നെ. പക്ഷെ അതിൽ മാത്രം ഉടക്കി നിന്നാൽ അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അത് പോരാ. നമുക്ക് ചെടിയുടെ അടുത്ത് ചിലവഴിക്കുമ്പോഴും ആകാശത്തിൻ്റെ കൂടെ ചിലവഴിക്കുമ്പോഴും കവിത കേൾക്കുമ്പോഴും ഇങ്ങനെ ഒരുപാട് ഏരിയകൾ ചേർന്നാലേ ഒരാൾക്ക് നേരെ ഉറങ്ങാൻ പറ്റൂ. അപ്പം നമ്മൾ പട്ടിണിക്കിടുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിഷയമൊക്കെ മാറി മനുഷ്യൻ്റെ പുറത്തേക്ക് പോയി. മനുഷ്യൻ്റെ പുറത്തേക്ക് പോകുന്നതോടുകൂടി തന്നെ നമ്മുടെ മൂഡ് മാറുന്നുണ്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫ്രെയിമിനെ വിട്ടിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഏതൊക്കെയോ വേറെ ഏരിയകളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത്ര ഏരിയകളിലേക്ക് കൂടി യാത്ര ചെയ്യുന്ന ഒരു ഉള്ള് മനുഷ്യനുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനാണ് സത്യത്തിൽ നമ്മുടെ സ്പിരിറ്റ് തൊടാൻ സഹായിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. അതിനൊക്കെയാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ആത്മാവും ദൈവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമൊന്നും അല്ല. ഒരു എസ്തെറ്റിക് സെൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് മനുഷ്യൻ. ഞാൻ ഈ കാരമടയിൽ താമസിക്കുമ്പോൾ, കാരമട എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ വിജനായിട്ടിരിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അവിടെ ആ ഗ്രാമത്തിലുള്ളൊരു അമ്മയുണ്ട്, അമ്മൂമ്മ, 85 വയസ്സെങ്കിലും ഉണ്ടാവും പ്രായം. അപ്പോൾ അവർ ആടിനെ മേയ്ക്കാൻ വരും. അപ്പോൾ എൻ്റെ മുറിയിലിരുന്ന് എനിക്ക് കാണാം. ഇപ്പം നമ്മുടെ ഒരു ഈ 100-1000 ഏക്കർ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വീടും എന്നൊരു വീട് ഇവിടെ മാത്രമേ ഉള്ളൂ. അത്ര വിജനാണ്. ഇപ്പോഴൊക്കെ മരങ്ങളും വീടുകളൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു മുള്ളിൻ്റെ കുറച്ച് മരങ്ങളുണ്ട് അവിടെ, മുള്ളിൻ്റെ മരങ്ങൾ. അപ്പോൾ ഈ ആടിനെ കൊണ്ടുവന്നിട്ട് ഒരാടിനെ ഈ മരത്തിൽ കെട്ടിയിടും. എന്നിട്ട് ആ അമ്മ അവിടെ രാവിലെ ഇരിക്കും. ഉച്ചക്കുള്ള പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അവിടെ ഇരിക്കും. എനിക്ക് എൻ്റെ മുറിയിലിരുന്നാൽ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ആടിനോട് വർത്താനം പറയും. വളരെ സീരിയസ് ആയിട്ട് ആ അമ്മയുടെ ജീവിത പ്രശ്നങ്ങളും അവരെ ചീത്ത പറഞ്ഞ ആളുടെ കഥ ഒക്കെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മനുഷ്യരിൽ ഒരാളാണ് അമ്മ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഓക്കെയാണ്. ഞാൻ ரொம்ப ഹാപ്പിயாக ഇருக்கு സാമി എന്ന് വിളിക്കുക. സാമി ഞാൻ ரொம்ப ഹാപ്പിயாக ഇருக்கு. അപ്പോൾ ഞാൻ ചോദിക്കും, ഹാപ്പി ആവാൻ എന്താ അമ്മ ചെയ്യണ്ടേ? അത് മനുഷ്യനിൽ നിന്ന് മാറിയിരുന്നാൽ മതി. നമ്മൾ ഇത്രയും നേരം വാചകടിച്ച സാധനമാണ് അമ്മ പറയണത്. അമ്മ ഏറ്റവും ഹാപ്പി ആവണത് ആ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം അവരോട് ചിലവഴിക്കുമ്പോഴാണ്. അത് അവരായിട്ട് ഇടികൂടിയിട്ട് പ്രശ്നങ്ങളൊന്നും തീർക്കാനല്ല തീരുമാനിക്കുന്നത്. എന്നിട്ട് ആടിനോട് വർത്താനം പറയും. ഞാനിവിടെ വന്ന് എൻ്റെ പ്രശ്നമൊക്കെ ഞാൻ ആടിനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ ഓക്കെ ആവും. അവർക്കത് നാച്ചുറൽ, അവരത് അറിഞ്ഞ് ചെയ്യുന്നതല്ല. ഇപ്പം ഈ മനുഷ്യനും തമ്മിലുള്ളൊരു ഇഷ്യൂ നമ്മൾ എന്താ പറയുക, ഇതിവിടെ തീരുമാനമായിട്ട് പോകുന്നല്ലോ പറയുക. ആ മനുഷ്യനിൽ നിന്ന് അങ്ങ് ഇറങ്ങി നടന്ന് 5 മിനിറ്റ് കഴിഞ്ഞാൽ പോണ പ്രശ്നമായിരിക്കും അത്. നമ്മൾ ചത്താ പോവില്ല, ഇതിവിടെ തീരുമാനമാക്കിയിട്ട് പോകുമെന്ന് പറയും. ഈ ഒരു മെക്കാനിസം
മനുഷ്യൻ അനുഭവിക്കുന്ന, മനുഷ്യനിൽ മാത്രം ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും, രണ്ട് വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നം ആ വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നം കാരണമല്ല പലപ്പോഴും ഉണ്ടാവുക, ആ രണ്ട് വ്യക്തികൾ ആവശ്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഒരുമിച്ച് മനുഷ്യർ ചെലവഴിക്കരുത്. ഇടയ്ക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോയി വരുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പാട്ടിൽ നിന്ന് ഉണ്ടാവും. വെറുതെ ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അത് അമ്മൂമ്മക്കറിയാം, നമുക്കിപ്പോഴും അറിയില്ല.